ജോലിഭാരവും സമ്മർദ്ദവും താങ്ങാനാവാതെ ആത്മഹത്യ. സ്വാഭാവികമായും അങ്ങനെ സംഭവിച്ചിരിക്കാമെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? പക്ഷേ ഇത് മനുഷ്യനല്ല, റോബോട്ട്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? സംഭവം ദക്ഷിണ കൊറിയയിലാണ്. അക്ഷയ ബിച്ചു ചേരുന്നു. അക്ഷയ, ഗുഡ് മോർണിംഗ്. ഈ പല കാര്യങ്ങളും ഉള്ളപ്പോഴും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യനായാലും റോബോട്ടായാലും. ശരിക്കും എന്താണ് സംഭവിച്ചത് അക്ഷയ? ഗുഡ് മോർണിംഗ് മോത്തി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ജോലികളൊക്കെ നിർദ്ദേശിക്കുമ്പോൾ ഇത്രയൊന്നും ചെയ്യാൻ ഞാൻ റോബോട്ടൊന്നും അല്ലാന്ന്. പക്ഷേ ഈ ജോലി ഭാരമൊന്നും റോബോട്ടിനും താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളത് ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോഴും റോബോട്ട് ഒരു മെഷീനാണ്, അത് കേടായി നിലം പതിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സംഭവിക്കുന്നത് ദക്ഷിണ കൊറിയയിലാണ്. അവിടെ ഗുമി സിറ്റി കൗൺസിലിലെ സൂപ്പർവൈസറായിട്ട് നിയമിച്ച ഒരു റോബോട്ടാണ്. ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം 10 തൊഴിലാളികൾക്ക് ഒരു റോബോട്ട് എന്ന നിലയിൽ ഇത് വളരെ വ്യാപകമായിട്ട് ജോലികൾക്കായിട്ട് റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. എന്തായാലും അവിടെയാണ് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ഇതിൻ്റെ ജോലി സമയം. പല പല ജോലികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജോലിഭാരം കൊണ്ടാണ് ഇതിങ്ങനെ വീണ് നശിച്ചു പോയത് എന്നാണ് എന്തായാലും ചുറ്റും നിന്നവരെല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, നിർമ്മിത ബുദ്ധി ഒക്കെ ഉപയോഗിച്ച്, സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് റോബോട്ടുകളെല്ലാം തന്നെ. പക്ഷേ ഇതിങ്ങനെ വീഴുന്നതിന് മുൻപ് വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറിയെന്നുള്ളതാണ്. ആ ഒരു വാർത്ത വായിക്കുന്ന സമയത്ത് ഞാൻ സിനിമയെ പറ്റിയൊക്കെയാണ് ഓർത്ത്. കാരണം എന്തിരനിലും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലും ഒക്കെ നമ്മൾ ഈ റോബോട്ടുകൾ മനുഷ്യന് പ്രശ്നമാകുന്നതും അത്തരത്തിലുള്ള കഥകളൊക്കെ ധാരാളം കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഇത് മാറുന്നതെന്നൊക്കെ രീതിയിലുള്ള ചർച്ചകളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ജോലിഭാരം, അതിനെപ്പറ്റി വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്കാണ് ഈ ഒരു സംഭവം വഴിവെച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ഒരു സ്റ്റാർട്ടപ്പായ ബേഡ് റോബോട്ടിക്സ് ആണ് നിലവിൽ ഈ ഒരു റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വീണ് ഉടഞ്ഞ റോബോട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധനകൾ നടത്തും. അതിനുശേഷം മാത്രമേ അതിൻ്റെ വ്യക്തമായ കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ വ്യാപകമായിട്ട് നടക്കുന്ന ചർച്ച ഇത് തന്നെയാണ്. ജോലിഭാരം കാരണം ഇത് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ്. 2 നിലകൾക്കിടയിലുള്ള ഒരു പടിക്കെട്ടിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും റോബോട്ട് ആണെങ്കിലും